ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗേജസ് എന്ന് പറയുന്ന പോർഷനാണ്. ഗേജസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇന്ന് ഗേജിനകത്ത് തന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ സിലബസ് അനുസരിച്ച് പഠിക്കാനുള്ളത് ഒന്ന് ഗേജ് മെറ്റീരിയൽ. ഗേജ് മെറ്റീരിയൽ എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗേജസ്. സോ ഗേജ് മെറ്റീരിയൽ ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഗേജ് എന്താണെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ വരുന്നത്. സോ ഗേജ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇൻസ്പെക്ഷൻ ടൂളാണ്. നമ്മൾ ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ പ്രൊഡക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ആ ഡയമെൻഷൻ ടോളറൻസിനകത്ത് തന്നെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൂൾ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഗേജിന്റെ കാര്യം പറയുമ്പോൾ പറയാം. ഇപ്പം അതിന്റെ മെറ്റീരിയലിലേക്ക് ആദ്യം പോകാം. ഗേജ് മെറ്റീരിയൽ. സോ ഗേജ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിംഗ് ദ ഗേജ് മസ്റ്റ് ഫുൾഫിൽ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. നമുക്ക് താഴെ തന്നിരിക്കുന്ന എല്ലാ റിക്വയർമെന്റ്സും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന മെറ്റീരിയൽസ് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒരു അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ ഗേജസ് മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ് രീതി. സോ എന്തൊക്കെയാണ് എൻ്റെ റിക്വയർമെന്റ്സ് എന്നുള്ളത് നോക്കാം. ഒന്ന് ഹാർഡ്നെസ് ടു റെസിസ്റ്റ് വിയർ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഹാർഡ്നെസ് ടു റെസിസ്റ്റ് വിയർ എന്ന് പറയുന്നത്. കാരണം ഗേജ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് എപ്പോഴും ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ ഒരു മാസ് പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് 10,000 ഇൻ ലാക്സോ ഒക്കെ ഉള്ള പ്രൊഡക്ട്സ് ചെക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഓരോ പ്രൊഡക്റ്റുമായിട്ടും ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഡയമെൻഷൻ ചെക്കിങ് അല്ല, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ആ ടോളറൻസ് റേഞ്ചിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഗേജ് വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് വരും. അതുകൊണ്ട് തന്നെ വിയർ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിന സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ വിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഗേജിന്റെ മെറ്റീരിയൽ റിമൂവൽ സംഭവിക്കുകയോ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടേണ്ട മെഷർമെന്റിനകത്ത് ഡീവിയേഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യും. സോ ആ വിയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഹാർഡ്നെസ് ഡെഫിനറ്റ്ലി എന്തുണ്ടാവണം, ഗേജിന് ഉണ്ടായിരിക്കണം. ഗേജ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. ആൻഡ് സ്റ്റെബിലിറ്റി ടു എൻഷുർ ദാറ്റ് ദ സൈസ് ആൻഡ് ഷേപ്പ് വിൽ നോട്ട് ചേഞ്ച് ഓവർ ദ പീരീഡ് ഓഫ് ടൈം. ഒരു ടൈം പീരീഡിൽ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യുന്ന സമയത്തേക്ക്, കുറേ നാൾ ഇൻ സെൻസ് കുറെ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്തേക്ക് ഗേജിന്റെ ഡയമെൻഷനോ ഷേപ്പിനോ ചേഞ്ചസ് ഒന്നും വരാൻ പാടില്ല. അത് സ്റ്റേബിൾ ആയിരിക്കണം. അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ചൂസ് ചെയ്ത മെറ്റീരിയലിന് ഉണ്ടായിരിക്കണം. ദെൻ കൊറോഷൻ റെസിസ്റ്റൻസ്. നമ്മൾ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ഗേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊറോഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കാണും, ഓക്സൈഡ്സ് ഫോർമേഷൻ. സോ അത് മിനിമൽ ആയിരിക്കണം, അല്ലെങ്കിൽ അത് കൊറോഷൻ റെസിസ്റ്റൻസ് അതിനുണ്ടായിരിക്കണം. ദെൻ മെഷീനബിലിറ്റി. ആ മെറ്റീരിയലിന് മെഷീനബിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയലിന് ഗേജിന് മെഷീനബിലിറ്റി ഉണ്ടാവണമെന്നില്ല. നമ്മളിവിടെ പറയുന്ന ഈ കണ്ടീഷൻസ് എല്ലാം ഗേജ് ഉണ്ടാക്കുന്ന മെറ്റീരിയലിന് ഉണ്ടാകേണ്ട കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് ആണ്. സോ ഗേജ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ലപോലെ മെഷീനബിൾ ആയിരിക്കണം. കാരണം മെഷീനബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് ഗേജിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പല പല ഗേജസ് വരുന്നുണ്ട്, സ്ലിപ്പ് ഗേജ്, റിംഗ് ഗേജ്, ഫീൽ ഗേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഓരോ ഗേജസും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മെഷീനബിൾ ആയിരിക്കണം. നമുക്ക് മെഷീനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കട്ടിംഗ് ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് അതിനെ മാറ്റാൻ പറ്റും. അങ്ങനെ മെഷീനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. ആൻഡ് ലോ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ടു അവോയ്ഡ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന എക്സ്പാൻഷൻ തെർമൽ എക്സ്പാൻഷൻ. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് എല്ലാ മെറ്റീരിയലിനും എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, പക്ഷെ അത് കുറവായിരിക്കണം. സോ അത് കുറവായിരിക്കണം ഇൻ ദ സെൻസ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ആ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്ന വാല്യൂ ഒരു മെറ്റീരിയലിന് കുറവാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ വലുതായിട്ട് വേരി ചെയ്താലും ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കുറവാണെങ്കിൽ ആ എക്സ്പാൻഷൻ കാരണം ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ദെൻ the part of the gauges should have the low thermal conductivity. Thermal conductivity നമ്മൾ കയ്യിലൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ നടന്ന് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ള മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. ഇത്രയാണ് ജനറൽ ആയിട്ട് നമ്മൾ വരുന്ന റിക്വയർമെന്റ്സ്. ഇത് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന മെറ്റീരിയൽ ചൂസ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. ചിലപ്പോൾ നമ്മൾ ഹാർഡ്നെസ് കൂടുതൽ ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്ക് അതിന് മെഷീനബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. ഇനി സ്റ്റെബിലിറ്റി നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാത്തത് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ മാത്രമേ ഇത് നമുക്കൊരു മെറ്റീരിയലിലേക്ക് ഫൈനലി ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് സ്റ്റീലാണ്. അതിൽ തന്നെ ഹൈ കാർബൺ സ്റ്റീൽ
ഹൈ കാർബൺ സ്റ്റീലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്, അല്ലെ ഹാർഡൻ സ്റ്റീൽ എന്നൊക്കെ പറയും. സോ ഈസ് യൂഷ്വലി യൂസ് ഫോർ ഗേജ് മാനുഫാക്ചർ. സ്യൂട്ടബിൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് ക്യാൻ പ്രൊഡ്യൂസ് എ ഹൈ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് കപ്പിൾഡ് വിത്ത് സ്റ്റെബിലിറ്റി. നമ്മൾ ഈ ഹൈ കാർബൺ സ്റ്റീലിന് ചില ഹീറ്റ് ട്രീറ്റ്മെന്റുകൂടെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റിയും അതുപോലെ ഹൈ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്സും നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റും ചില ഹീറ്റ് ട്രീറ്റ്മെന്റുകൂടെ ഒക്കെ ചെയ്യുന്നത്. ആൻഡ് ഹൈ കാർബൺ സ്റ്റീൽ ഈസ് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ്, ഒക്കെ എക്സ്പെൻസ് കുറവാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റെഡിലി മെഷീൻഡ്, മെഷീനബിലിറ്റി നന്നായിട്ടുണ്ട്, നമുക്ക് വേണ്ട ടേബിൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് മെഷീൻഡ്. ആൻഡ് ബ്രോട്ട് ടു എ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ആൻഡ് സർഫസ് ഫിനിഷ്, നല്ല ആക്യുറേറ്റ് ആയിട്ട് മെഷീൻ ചെയ്തെടുക്കാം, നല്ല സർഫസ് ഫിനിഷിൽ മെഷീൻ ചെയ്തെടുക്കാം ഹൈ കാർബൺ സ്റ്റീൽ. നമുക്ക് വേണ്ട റിക്വയർമെന്റ്സിൽ മെജോറിറ്റീസും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഓപ്ഷനാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഗേജ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. Gauge can also be made from steels, normal steel, then special wear resisting material like hard chrome plated surface and tungsten carbide, invar ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഗേജസ് ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റീലാണെന്നേ ഉള്ളൂ. ആൻഡ് ക്രോമിയം പ്ലേറ്റിംഗ്, നമ്മളിവിടെ ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്താലും നമുക്ക് അതിനകത്ത് ക്രോമിയം പ്ലേറ്റിംഗ് കൊടുക്കാൻ പറ്റും ഫോർ മേക്ക് ദ ഗേജ് കൊറോഷൻ ആൻഡ് വെയർ റെസിസ്റ്റന്റും കൊറോഷൻ റെസിസ്റ്റന്റും ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്രോമിയത്തിന്റെ കോട്ടിംഗ്, അതിനാണ് ക്രോമിയം പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഗേജ് സർഫസ് ക്യാൻ ആൾസോ ബി പ്ലേറ്റഡ് ടു പ്രൊവൈഡ് ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേറ്റ് ചെയ്യാം ചില മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്. ടഫ്നെസ്സും സ്റ്റെയിൻലെസ് പ്രോപ്പർട്ടീസും തുരുമ്പെടുക്കാതിരിക്കാനുള്ള പ്രോപ്പർട്ടീസും കൊറോഷൻ റെസിസ്റ്റൻസിനായിട്ടുള്ള പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദ പ്ലേറ്റിംഗ്. സോ സർഫസ് പ്ലേറ്റിംഗ്, സർഫസിനകത്ത് ഒരു പ്ലേറ്റിംഗ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ അച്ചീവ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഗേജസിലേക്ക് വരാം. ഗേജസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞിരുന്നു, അത് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകാം. നമുക്ക് നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനി നടത്തുകയാണ്. നമുക്ക് ഡിസൈൻ ഏരിയയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നു, എനിക്ക് 20 mm ഡയമീറ്റർ ഉള്ള ഒരു 1000 റോഡ്, അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 20 mm ആണ്. 20 mm ഡയമീറ്ററിൽ ഒരു 100 mm ലെങ്തിലുള്ള ഒരു റോഡ് മാനുഫാക്ചർ ചെയ്യണം. ഇതാണ് മാനുഫാക്ചറിങ് നമ്മുടെ കയ്യിലോട്ട്, നമ്മൾ മാനുഫാക്ചറിങ് സെക്ഷനിലാണ് നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ 1000 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് കസ്റ്റമറിന് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട്, ആ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെ, പറഞ്ഞിരിക്കുന്ന ഡയമെൻഷനിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. 20 mm ആണോ? സോ ഓരോന്നും എടുത്തിട്ട് വെർനിയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം, പല ഇൻസ്ട്രുമെന്റ്സും പ്രൊസഷൻ ഇൻസ്ട്രുമെന്റ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഓരോന്നും എടുത്ത് ഇതിങ്ങനെ 20 mm ഉണ്ടോ അല്ലെങ്കിൽ 20 mm എത്ര വേരിയന്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ റോഡിന് പകരം ഒരു ഹോൾ ആകാം, നമുക്കൊരു സർക്കുലർ ഹോൾ, ഒരു ഡിസ്കിനകത്ത് ഒരു ഹോൾ വേണം. ഈ ഹോളിന്റെ ഡയമീറ്റർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഒരു 15 mm, ഇങ്ങനെയാണ് ഹോൾ. സോ ഓരോ തവണയും ഹോളിന്റെ നമുക്ക് മൈക്രോമീറ്റർ വല്ലതും വെച്ചിട്ട് വല്ലതും ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. 1000 എണ്ണം ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. അത് പോസിബിൾ അല്ല എന്നല്ല, പക്ഷെ ഒരുപാട് ടൈം എടുക്കുന്നതാണ്. നമുക്ക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ടൈം അതിന് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിന് ഒരാളെ നിർത്തി ഇങ്ങനെ ചെക്ക് ചെയ്ത് അതിനായിട്ട് ഓരോന്നും ചെക്ക് ചെയ്യുന്നത് ഡിഫിക്കലാണ്. അല്ലെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റാൻഡമായിട്ട് ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ട് ചെക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷെ അത് നമുക്ക് ബാക്കിയുള്ളതൊക്കെ റിജക്റ്റ് ആണോ അക്സെപ്റ്റബിൾ ആണോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇതിപ്പം പറയുന്നത് പോലെ തന്നെ ഈ 20 mm നമ്മൾ ഡയമീറ്റർ പറഞ്ഞപ്പോൾ നമ്മൾ ലിമിറ്റ് ഫിറ്റ് ടോളറൻസിനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എക്സാക്ട്ലി 20 mm എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുക പോസിബിൾ അല്ല. 20 mm നിന്ന് ഡെഫിനറ്റ്ലി ഒരു വേരിയേഷൻ ഉണ്ടാവും. സോ നമുക്ക് ഡിസൈൻ ടീം തന്നിരിക്കുന്ന ആ ടോളറൻസ്, ആ വേരിയേഷൻ എത്ര, ആ വേരിയേഷൻ ആയിരുന്നു നമ്മൾ ടോളറൻസ് എന്ന് വിളിക്കുന്നത്. സോ വേരിയേഷൻ അനുസരിച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 19.8 mm-നും 20.2 mm-നും ഇടയ്ക്കുള്ളതൊക്കെ അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ 19.8 mm വരെ ഓക്കെ ഞാൻ എടുത്തോളാം എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. 20.2 അത് ഡിസൈൻ ടീം ഡിസൈഡ് ചെയ്യുന്നതാണ്. 20.2-ന് താഴോട്ടും അതിന്റെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല. സോ ഈ ഒരു റേഞ്ചിനകത്തുള്ള ഇതേ എടുക്കത്തുള്ളൂ 20 mm ഡയമീറ്ററിന്റെ റോഡാണെങ്കിൽ. ഇവിടെ ആണെങ്കിൽ ഹോളിന്റെ കേസ് ആണെങ്കിൽ ഒരു 14.8-നും 15.1-നും ഇടയ്ക്കുള്ളത് അക്സെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഓരോ തവണ നോർമലി മാനുവലായിട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തവണ മെഷർമെന്റ് നോക്കിയിട്ട് ഓക്കെ മെഷർമെന്റ് 19.9 ആണ്, അക്സെപ്റ്റബിൾ ആണ്. അടുത്ത മെഷർമെന്റ് നോക്കിയപ്പോൾ 19.7 ആണുള്ളത്, ഇതിനെ റിജക്ട് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇത് ടൈം കൺസ്യൂമിംഗ് ആണെന്നാണ് പറഞ്ഞത്. അന്നേരം ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗേജ് എന്ന് പറയുന്നത്. ഗേജ് ശരിക്കും ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട് അതിന്റെ എക്സാക്ട് ഡയമെൻഷൻ എത്ര ആണ് നമ്മൾ ചെക്ക് ചെയ്തില്ല. ഇപ്പൊ നമ്മൾ വെർനിയർ യൂസ് ചെയ്തിട്ട് ഞാൻ 19.7 ആണ് 20.2 ആണെന്നൊക്കെ പറഞ്ഞിട്ട്
അതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഗേജ് നമ്മൾ ആദ്യമേ തന്നെ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗേജ് തരുന്ന ആൻസർ എന്ന് പറയുന്നത് ഇത് ഈ ലിമിറ്റിനകത്താണോ, 19.8നും 20.2നും ഇടയ്ക്കാണോ, യെസ് ഓർ നോ, ഈ ഒരു ആൻസർ മാത്രമേ ഗേജ് വെച്ചിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ആ പ്രൊഡക്റ്റിന്റെ ആ കമ്പോണന്റിന്റെ ഡയമെൻഷൻ നമുക്ക് തരത്തില്ല. ഗേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും അത് അക്സെപ്റ്റബിൾ ആണോ നോൺ അക്സെപ്റ്റബിൾ ആണോ, ആ ലിമിറ്റിനകത്ത് ടോളറൻസ് റേഞ്ചിനകത്താണോ ഇത് വരുന്നത് എന്നുള്ള കാര്യമാണ് ഗേജ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ഗേജ് യൂസ് ചെയ്യുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. Components manufactured using mass production method are checked only to ensure that the size are within the prescribed limit. ആ ലിമിറ്റിനകത്താണ് ചെക്ക് ചെയ്യാൻ വേണ്ടി. The most economical method of checking such components is by using gauges. These gauges are used in inspection because they provide a quick means of checking. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ നോക്കി വെർനിയർ സ്കെയിൽ റീഡിങ് എത്ര, മെയിൻ സ്കെയിൽ റീഡിങ് എത്ര, അതിന്റെ ലീസ്റ്റ് കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണോ എന്നുള്ള കൺസേൺ ഒന്നും വേണ്ട. ഡയറക്റ്റ് ആയിട്ട് ക്വിക്കായിട്ട് ഇത് അക്സെപ്റ്റബിൾ ആണോ അക്സെപ്റ്റബിൾ അല്ലേ എന്നുള്ള കാര്യം നമുക്ക് അതിന്റെ ആൻസർ കിട്ടും ഗേജ് യൂസ് ചെയ്തിട്ട്. സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗേജസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്താണ് ഗോ ഗേജും നോഗോ ഗേജും. ഗോ ആൻഡ് നോഗോ ഗേജ് എങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഗോ ഗേജ് നോഗോ ഗേജിന്റെ ഒരു പ്ലഗ് ഗേജ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്ലഗ് ഗേജ് എന്നാണ് പറയുന്നത്. പ്ലഗ് ഗേജ് യൂസ് ചെയ്ത് നമുക്ക് ഹോളിന്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലഗ് ഗേജ് എന്ന് പറയുന്നത്. ഔട്ടർ ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിന് നമ്മൾ റിംഗ് ഗേജ് എന്ന് പറയും, അത് വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു ഗോ ഗേജ് ആൻഡ് നോഗോ ഗേജ് ഇരിക്കുന്നത്. രണ്ടുകൂടെ ഒരെണ്ണത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ് ഗോ ആൻഡ് നോഗോ ഗേജ്. ഒരൊറ്റ കമ്പോണന്റ് ആയിട്ടായിരിക്കും. ഇത് രണ്ട് സൈഡിലും ഇതിപ്പോ ഹോൾ ചെക്ക് ചെയ്യാനുള്ളതാണ്. അത് ഓർത്തോണം, നമ്മൾ ആ 15 mm ഒരു ഹോൾ ഉണ്ടാക്കിയില്ലേ, അത് ചെക്ക് ചെയ്യാനായിരുന്നു. അതിന്റെ ടോളറൻസ് എന്ന് പറയുന്നത് 14.8നും 15.1നും ഇടയ്ക്കാണെങ്കിൽ അക്സെപ്റ്റബിൾ ആകുമെന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഈ ഹോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സർഫസ് നടുക്കൊരു ഹോള്, ഇങ്ങനൊരു കമ്പോണന്റ് ആണ്, റെക്ടാങ്കുലർ ബ്ലോക്കിനകത്തൊരു ഹോൾ. അപ്പൊ ഈ ഹോള് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ഗോ ആൻഡ് നോഗോ ഗേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഒരു നോബ് പോലുണ്ട്, ഈ സൈഡിലും ഒരു നോബ് പോലുണ്ട്. ഒരു സൈഡിൽ നമ്മൾ ഗോ ഗേജ് എന്നും മറ്റേ സൈഡിനെ നോഗോ ഗേജ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഈ സൈഡ് ഗോ ഗേജ് ആണെന്നും ഇപ്പുറത്തെ സൈഡ് നോഗോ ഗേജ് ആണ്. ഇനി എഴുതി വെച്ചതൊക്കെ മാഞ്ഞു പോയാലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. എന്താണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. സോ ഇവിടെ ഈ സൈഡിലുള്ള ഗോ ഗേജ്, ഇപ്പുറത്തെ സൈഡിലുള്ള ഗോ ഗേജ് നമ്മൾ ഈ ഹോളിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗോ ഗേജ് പേര് പറയുന്നത് പോലെ അതിനകത്തൂടെ പാസ് ചെയ്യണം. ഗോ ഗേജ് എന്ത് ചെയ്യണം? ഹോളിനകത്തൂടെ പാസ് ചെയ്യണം. പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് അക്സെപ്റ്റബിൾ ആയി, ലോവർ ലിമിറ്റ് ആണത്, ഒരു ലിമിറ്റ് അക്സെപ്റ്റബിൾ ആയി. ഇനി നോഗോ ഗേജ് ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവരിക, ഇപ്പുറത്തെ സൈഡ് ഈ ഹോളിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്യുക. ഇൻസെർട്ട് ചെയ്യുമ്പോൾ പേര് പറയുന്നത് പോലെ നോഗോ ഗേജ് ആ ഹോളിനകത്തോട്ട് കയറരുത്, ഹോളിനകത്തോട്ട് കയറരുത്. കയറി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ അല്ല. കയറിയില്ല, പേര് പറയുന്നത് നോഗോ എന്നാ. നോഗോ എന്ന് പറഞ്ഞാൽ പോവരുത്. പോവാതിരുന്ന് കഴിഞ്ഞാൽ എന്തായി? അക്സെപ്റ്റബിൾ ആയി. എന്താണ് അപ്പം? ഗോ ഗേജിന്റെ ആ പ്ലഗ്, ഗോ ഗേജിന്റെ സൈഡ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ അകത്തോട്ട് പാസ് ചെയ്യണം, ഗോ പാസ് ചെയ്യണം. നോഗോ ഗേജ് പാസ് ചെയ്യരുത്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം ഈ പ്രോഡക്റ്റ് എന്താണ്? അക്സെപ്റ്റബിൾ ആണ്. ഗോ ഗേജ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ലോവർ ലിമിറ്റും നോഗോ ഗേജ് വെച്ചിട്ട് അതിന്റെ അപ്പർ ലിമിറ്റുമാണ് ശരിക്കും ചെക്ക് ചെയ്യുന്നത്. ഗോ ഗേജ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ, പാസ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓക്കെ ആയി. നോഗോ ഗേജ് പാസ് ചെയ്തില്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ഓക്കെ ആയി. ഇങ്ങനെയാണ് അതിന്റെ പ്രിൻസിപ്പിൾ. അന്ന് എഴുതിയേക്ക് നോക്കണം, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണേ. The go and no go principle of gauging is that the go end of the gauge must go into the feature of the component and the no go end must not go into the same feature. അതിനകത്തോട്ട് പാസ് ചെയ്യരുത്. ഗോ ഗേജ് പോകണം, നോ ഗോ ഗേജ് പോകരുത്, എങ്കിലേ അതെന്ത് ചെയ്യത്തുള്ളൂ? അക്സെപ്റ്റ് ഉള്ളൂ. ഗോ ഗേജ് പോവാതിരിക്കുകയോ നോ ഗോ ഗേജ് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അവിടെ ഏതോ ഒരു ലിമിറ്റ് തെറ്റിയിട്ടുണ്ട്, പ്രൊഡക്റ്റ് എന്തല്ല? അക്സെപ്റ്റബിൾ അല്ല. സോ നോക്കിയേ, ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യുന്നില്ല, നമ്മൾ അതിന്റെ ഡയമെൻഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ട ഡയമെൻഷൻ അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഗോ ഗേജും നോ ഗോ ഗേജും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ലോവർ ലിമിറ്റിന്റെ അപ്പർ ലിമിറ്റിന്റെ ബേസിലൊക്കെ അതിനനുസരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് അത് ഇൻസെർട്ട് ചെയ്ത് നോക്കിയാൽ അകത്തോട്ട് കയറുന്നുണ്ടോ? ഗോ ഗേജ് പോകുന്നുണ്ട്, ഓക്കെ, തിരിച്ചിടും. നോ ഗോ ഗേജ് പോകുന്നില്ല, പ്രൊഡക്റ്റ് അക്സെപ്റ്റബിൾ, അടുത്ത് മാറ്റാം. അടുത്ത് ചെക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ടൈം കൺസംഷൻ വളരെ കുറയ്ക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. ഓക്കെ, ദ ഡയമെൻഷൻ ഓഫ് ദ ഗോ ആൻഡ് നോ ഗോ എൻഡ് ഓഫ് ദ ഗേജ് ഡിറ്റർമൈൻ ഫ്രം ദ ലിമിറ്റ്. ലിമിറ്റിനകത്ത് നിന്നാണ് ഗോ എൻഡ് ലോവർ ലിമിറ്റിനെ ബേസ് ചെയ്തിട്ടും നോ ഗോ എൻഡ് അപ്പർ ലിമിറ്റിനെ ബേസ് ചെയ്തിട്ടുമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ദീസ് ഗേജസ് ആർ ഈസി ടു ഹാൻഡിൽ ആൻഡ് ആക്യുറേറ്റ്ലി ഫിനിഷ്ഡ്. വളരെ ആക്യുറേറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യേണ്ട ഒന്നാണ്. വളരെ ആക്യുറേറ്റ് എന്ന് പറയുന്ന അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്. നമ്മൾ നോർമലി
1/10 ആണ്. 1/10 ഓഫ് ദ ടോളറൻസ്. നമ്മൾ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന ടോളറൻസ് എത്ര ആണോ അതിന്റെ 1/10 എന്ത് ചെയ്യാവുള്ളൂ ഇതിന് കൊടുക്കാവുള്ളൂ. കാരണം ഇപ്പം ഇവിടെ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു പ്രൊഡക്റ്റ് നേരത്തെ പറഞ്ഞ 15 mm തന്നെ ഹോൾ ആണെന്ന് വിചാരിക്കുക. അവിടെ തന്നിരിക്കുന്ന ടോളറൻസ് 0.02 mm ഉള്ളതെന്ന് വിചാരിക്കുക. ടോളറൻസ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മുടെ ഡിഫറൻസിനാണ് ടോളറൻസ് എന്ന് പറയുന്നത്. സോ അവിടുത്തെ ടോളറൻസ് 0.02 mm ഉള്ളതെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ഈ ഗോ ഗേജ് നോ ഗേജ് ഉണ്ടാക്കുമ്പോഴും ഇതേ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഈ ടോളറൻസിന്റെ പ്രശ്നം. നമുക്ക് എക്സാക്ട്ലി ലോവർ ലിമിറ്റിലേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്യും? ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. എക്സാക്ട്ലി അപ്പർ ലിമിറ്റിലേക്ക് നോ ഗോ ഗേജിന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവിടെ എന്തായിരിക്കും? ഒരു വേരിയേഷൻ ഉണ്ടാവും. സോ അവിടെ ഉണ്ടാകുന്ന വേരിയേഷൻ, അലൗബിൾ വേരിയേഷൻ അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ട ടോളറൻസ് എന്ന് പറയുന്നത് ഈ 0.02 mm 1/10, അതായത് 0.002 mm മാത്രമേ നമുക്കിവിടെ ഈ ഗേജ് ഉണ്ടാക്കുന്ന സമയത്ത് ടോളറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടായിരിക്കണം എന്തുണ്ടാക്കേണ്ടത്? ഗേജ് ഉണ്ടാക്കേണ്ടത്. കാരണം നമ്മൾ എന്താണ് ഒരു ഇൻസ്പെക്ഷൻ യൂസ് ചെയ്യാൻ പോകണം അതിന്, അല്ലെ? ഒരു ഇൻസ്പെക്ഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത്രത്തോളം എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. ആ പോയിന്റ് നോർത്തിരുന്നോണേ. They are generally finished to 1/10 of the tolerance of the design control. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു ടോളറൻസിന്റെ 1/10 ടോളറൻസിലായിരിക്കും നമ്മൾ എപ്പോഴും ഗേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. The go end is made longer than the no go end. നേരത്തെ ഞാൻ പറഞ്ഞത് ഈ എഴുതി വെച്ചിരിക്കുന്ന മാഞ്ഞു പോയാലും മനസ്സിലാകാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ. ഒന്ന്, ഗോ എൻഡ്, ഈ എൻഡ് നോ ഗോ എൻഡിനേക്കാളും കമ്പയർ ചെയ്യുമ്പോഴേ കുറച്ചുകൂടെ ലെങ്ത് കാണും, ലോങ്ങർ ആയിരിക്കും, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ചിലതിനകത്ത് നോഗോ എൻഡിൽ എന്ത് ചെയ്യും? ഒരു ഗ്രൂ കട്ട് ചെയ്യും. ഈ സൈഡിൽ നോഗോ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ഗ്രൂ കട്ട് ചെയ്ത് വെക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഗോ ഏതാണ് നോഗോ ഏതാണെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ രീതികളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 2 ടൈപ്പ് പ്ലഗ് ഗേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഈ പ്ലഗ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോള് ചെക്ക് ചെയ്യാനുള്ള നോഗോ ഗേജ്, ഗോ ഗേജിന് പറയുന്ന പേരാണ് ഈ പ്ലഗ് ഗേജ് എന്ന് പറയുന്നത്. സോ ഇത് ഡബിൾ എൻഡഡ് പ്ലഗ് ഗേജ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടത് ഡബിൾ എൻഡഡ് പ്ലഗ് ഗേജ് ആണ്. സോ ഡബിൾ എൻഡഡ് പ്ലഗ് ഗേജ് എന്ന് പറയുന്നത് 2 സൈഡിലായിട്ട്, ഓപ്പോസിറ്റ് സൈഡിലായിട്ട്, ഒരു സൈഡിൽ ഗോ ഗേജും മറ്റേ സൈഡിൽ നോ ഗോ ഗേജും കൊടുത്തത്. ഇനി പ്രോഗ്രസീവ് ടൈപ്പ് പ്ലഗ് ഗേജ് ഉണ്ട്. പ്രോഗ്രസീവ് ടൈപ്പിനകത്ത് ഒരേ സൈഡിൽ തന്നെ ആയിരിക്കും ഇത് ഗോ ഗേജും ഇത് നോ ഗോ ഗേജും ആയിരിക്കും. അപ്പൊ ആദ്യമേ നമുക്ക് ഗോ ഗേജേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു കമ്പോണന്റ് ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട്, ഇതിനകത്ത് ചെക്ക് ചെയ്യാണ് നമ്മൾ. ഗോ ഗേജ് ആദ്യം പാസ് ചെയ്തു, ഓക്കെ, ഒരെണ്ണം സാറ്റിസ്ഫൈ. അത് തന്നെ ഇങ്ങോട്ട് മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നോ ഗോ ഗേജിനകത്തൊന്ന് തട്ടി നിൽക്കണം. തട്ടി നിൽക്കുവാണെങ്കിൽ ആ രണ്ടാമത്തെ ടെസ്റ്റ് അത് പാസ്സായി, ലോവർ ലിമിറ്റും പാസ്സായി, അപ്പർ ലിമിറ്റും പാസ്സായി. അന്നേരം നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഗോ ഗേജ് ആദ്യമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നോ ഗോ ഗേജ് ആദ്യം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുന്നില്ല എന്നുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ ഗോ ഗേജ് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? അതുകൊണ്ട് പ്രോഗ്രസീവ് പ്ലഗ് ഗേജിനകത്ത് ആദ്യമേ ഗോ ഗേജും രണ്ടാമത് നോ ഗോ ഗേജും എന്നുള്ള രീതിയിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെയും കണ്ടീഷൻ എല്ലാം പഴയ തന്നെ, ഗോ ഗേജ് പാസ് ചെയ്യണം, നോ ഗോ ഗേജ് പാസ് ചെയ്യണ്ട. ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിടണ്ട. മറ്റേടത്ത് നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു? ഗോ ഗേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഊരിയായിട്ട് തിരിച്ച് അപ്പുറത്തെ സൈഡ് നോക്കണമായിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ ആവശ്യമില്ല, ഒറ്റ സൈഡിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് പ്രോഗ്രസീവ് പ്ലഗ് ഗേജ് എന്ന് പറയുന്നത്. മറ്റേതിന് ഡബിൾ എൻഡഡ് പ്ലഗ് ഗേജ്.